അങ്ങേരുടെ വീൽ ചെയറും തള്ളിക്കൊണ്ട് നടക്കാനല്ല ഞാൻ അങ്ങേരെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞത്. മോളെ മോള് എന്തിനാണ് വീൽ ചെയർ തള്ളുന്നേ? സ്വിച്ച് ഇടുമ്പോൾ ഓടുന്ന വീൽ ചെയർ അല്ലേ അവന്റെ കയ്യിൽ ഇരിക്കുന്നേ. പക്ഷെ സ്വിച്ച് ഇട്ട ജീവിതം ഓടത്തില്ലല്ലോ മുത്തശ്ശി. സ്വത്തിൽ പകുതി ലക്ഷ്മിക്ക് കൊടുത്തെങ്കിലും ഇപ്പോഴും അവര് നല്ല ആസ്തിയുണ്ട് മോളെ. എനിക്ക് അത്ര ആസ്തിയുള്ള ആളെ വേണമെന്നില്ല. അത്യാവശ്യം എന്റെ കൈ പിടിച്ച് നടക്കാൻ കഴിയുന്ന ഒരാളാവണം എന്റെ ഭർത്താവ്. എനിക്ക് അത്രേ ഉള്ളൂ. അയാളൊരു കള്ളനാ ആ തോമസ് വൈദ്യൻ. കേട്ടോ സീമന്തിനി, ഞങ്ങൾ ആദ്യം ഇവിടെ വന്നപ്പോ ലക്ഷ്മിയുടെ കുഞ്ഞു പോയി എന്ന് അയാള് സമ്മതിച്ചതാ. എന്നിട്ട് പിന്നെ ലക്ഷ്മി കുഞ്ഞു പോയില്ലെന്ന് പറഞ്ഞപ്പോ അത് ചെന്ന് ചോദിച്ചപ്പോ അത് ശരിവെച്ചു. അതുകൊണ്ട് അയാള് നടക്കത്തില്ലെന്ന് പറഞ്ഞ നടക്കാനുള്ള സാധ്യത കൂടുതലാ. ഈ വിഷയത്തിൽ അയാൾ എന്തിനാ മുത്തശ്ശി കള്ളം പറയുന്നത്? അങ്ങേര് ചികിത്സിക്കുന്ന ഒരു രോഗി നടക്കുമെങ്കിൽ അതങ്ങ് തുറന്നു പറയുന്നതല്ലേ അങ്ങേർക്ക് നല്ലത്. അങ്ങനെയല്ലേ അയാളുടെ മരുന്നിന് ശക്തി ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവൂ. ദേ, അയാൾ ഇനി നടക്കത്തില്ല. അതുകൊണ്ട് ഈ കല്യാണവും നടക്കത്തില്ല.